അങ്ങനെ നമ്മുടെ റബ്ബർ മരത്തിനായിട്ട് റബ്ബർ ഷീറ്റ് അടിക്കാനായിട്ടുള്ള പാലൊക്കെ കിട്ടി തുടങ്ങിയിട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ഷീറ്റാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. രാവിലെ ചെറിയച്ഛൻ വന്നിട്ട് റബ്ബറൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും ഞാനും കൂടി പോയിട്ട് ഇതുപോലെ പാലൊക്കെ എടുത്തു കേട്ടോ. ഇത് ചെറിയച്ഛൻ്റെ റബ്ബർ തോട്ടാണ്. അപ്പോൾ അവിടെ ഓൾറെഡി കുറേ ഷീറ്റൊക്കെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആസിഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ചെന്നപ്പോൾ അവിടെയും ഷീറ്റ് അടിക്കുന്ന പരിപാടിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആസിഡും വെള്ളമൊക്കെ മിക്സ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ചെറിയച്ഛനാണെങ്കിൽ അതേ ഇത്രയും പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്നതാണ് നമുക്ക് ഷീറ്റ് അടിക്കാനായിട്ടുള്ള മെഷീൻ. അപ്പോൾ ആദ്യം റബ്ബർ പാല് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് വെക്കും. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷീറ്റ് അടിക്കുക. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആസിഡിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെറിയച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണം, അതുപോലെ അടുത്ത ദിവസമാണ് അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ അറിവൊക്കെ ഞാൻ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ചേട്ടനാണെങ്കിൽ നേരത്തെ ഷീറ്റ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പാലൊക്കെ അളന്ന് അരിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആസിഡും വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ നമ്മളത് ഷീറ്റ് അടിക്കാനായിട്ടും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കാണിക്കണമെങ്കിൽ ശരിക്കും ഒരു ഷോർട്സ് വീഡിയോ പോരാ കേട്ടോ. ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഷോർട്സ് ഇടാനുള്ള രീതിയിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കത് അത്ര തൃപ്തിയായില്ല. എന്നാലും ഒരുവിധം പ്രോസസ്സുകളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ മിക്സൊക്കെ ആക്കി വെച്ചായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഷീറ്റ് അടിച്ചു. ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് ആ ഒരു തിന്നാക്കുന്ന മെഷീനും പിന്നെ രണ്ടാമത്തേത് മറ്റേ ഡിസൈൻ പോലെയൊക്കെ വന്നില്ലേ അതുമാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം അത് നന്നായിട്ട് ഉണക്കിയെടുക്കും, എന്നിട്ടാണ് നമ്മൾ വിൽക്കുക. അപ്പോൾ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.